നമ്മൾ കാണാൻ പാടില്ലാത്ത വിഹിതമല്ലാത്ത പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ആരായാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്കെതിരെ കേസ്. ഞാൻ പറഞ്ഞു അല്ലാ, എനിക്ക് ആനേനെ ഇഷ്ടമൊന്നുമല്ല. ആനേൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന നിങ്ങൾ ആന വരാത്ത നല്ല വീടുകളിൽ ഇവിടെ താമസിക്കുന്നുണ്ടാവും. ഒരു സിനിമ എന്ന നിലയിൽ എനിക്ക് എമ്പുരാനോട് വളരെ, പക്ഷെ അതൊരു കലാമൂല്യമുള്ള സിനിമയാണ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ. പൊട്ട സിനിമയാ. പക്ഷെ മോഹൻലാൽ എന്തൊരു നടനെന്നറിയാം, വിരലൊക്കെ ഇങ്ങനെ അഭിനയിക്കും, വിരല് കൈയൊക്കെ ഇങ്ങനെ അഭിനയിക്കും. ഞാൻ ആ സിനിമ ഉറങ്ങിപ്പോയി. വലിയൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് എടുത്ത് ഞങ്ങൾ പൊതിഞ്ഞളിഞ്ഞ് ഇങ്ങനെയില്ലേ. ആംബുലൻസുകാർ കയറ്റൂല, ആശുപത്രികൾ എടുക്കില്ല. ഭക്ഷണം തരുന്നതിലും ഭക്ഷണം നൽകുന്നതിലും ഭക്ഷണം കൊടുക്കുന്നതിലും ഇത്രയും സ്നേഹവും എഫേർട്ടും എടുക്കുന്നത് മുസ്ലിംസ് കുടുംബങ്ങളാണ്. പൊരിച്ച പത്തിരി, കോഴിയട, മുട്ടമാല, മുട്ട സുറുക്ക, പൂവട, സാധാരണ അട, വട, അത് ഇത്. അവരിനെ പറ്റി പറയണം, അവർ തുപ്പൽ കൂട്ടിയിട്ട് അലുവ ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ പശുവിൻ്റെ അപ്പിയും ചാണകവും തീട്ടം, പശുവിൻ്റെ തീട്ടവും പശുവിൻ്റെ മൂത്രവും യൂറിൻ തെറാപ്പിയൊക്കെ കുടിച്ചിട്ട് അവൻ്റെ മനസ്സ് ഇങ്ങനെയായി മാറി. ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. ഇവരുടെയൊക്കെ പൂർവികർ നല്ല പശുവിനെയൊക്കെ കുത്തി തിന്നതുകൊണ്ടാണ് ഈ സ്പീഷീസിന് സർവൈവ് ചെയ്യാൻ പറ്റിയത്. കുറേ എഴുതണം. ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് ഇന്ദു തീർച്ചയായിട്ടും അറിയപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഒപ്പം ഇന്ദു അറിയപ്പെടുന്നതിൽ ഒന്ന്, കുറച്ചെങ്കിലും വിവാദങ്ങൾ, മീൻസ് എങ്ങനെ സംസാരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ പറയുക, ഓപ്പണായിട്ട് വിളിച്ച് പറയുക, സംസാരിക്കുക. അങ്ങനെ ഓപ്പണായിട്ട് പറയുന്നതിൻ്റെ പേരിൽ കൂടി കുറച്ച് കോൺട്രവേഴ്സി വരുന്ന നിലയ്ക്ക് സംസാരിക്കാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ് പലപ്പോഴും. അത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്വയം തോന്നിയിട്ടുണ്ടോ ഞാൻ സംസാരിക്കുന്നതൊക്കെ പലരും വിവാദമാക്കുന്നുണ്ട്? ജാതകം ശരിയല്ല. ഐ ഡോണ്ട് നോ, ജാതകം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഉണ്ടെങ്കിൽ, ജാതകം ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ എനിക്കൊരു ജാതകമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഓലേൻ്റെ ജാതകമൊക്കെ ഉണ്ട് എനിക്ക്. പക്ഷെ അതൊക്കെ സത്യമാണോ അതൊന്നും, പക്ഷെ അതൊക്കെ സത്യമാണെന്നാണ് എൻ്റെ അമ്മ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് എൻ്റെത് ശരിയല്ല. അതായത് ഇതെനിക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ തന്നെ എൻ്റെ നാട്ടിലുള്ള സകല അലമ്പ് സാധനവും ഞാൻ കാണും. അതായത് ഞാനിങ്ങനെ പൂവ് പറിച്ച് ഇതാക്കുക, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. കാട്ടിലെ പഴമൊക്കെ ഇപ്പോഴാണെങ്കിൽ ഞാൻ നിപ പിടിച്ചിട്ട് ചത്തിട്ടുണ്ടാവും. പ്രാണികളെ മറ്റേ പൊന്നാമയെ വളർത്തുക. പല കളറുകളുള്ള പൊന്നാമ കിട്ടണമെങ്കിൽ കാട്ടിൽ നമ്മൾ സെർച്ച് ചെയ്യണം. പിന്നെ അതേമാതിരി എവിടെയെങ്കിലും പാവപ്പെട്ട ചിത്രശലഭങ്ങൾ ഒരു പ്യൂപ്പ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാം. അപ്പം എനിക്ക് ഭയങ്കര അങ്ങനത്തെ കളക്ഷനാണ്. ഒരു റൂം നിറച്ച് എനിക്ക് ആട്ടും കാട്ടം വരെ ഞാൻ പെറുക്കിയിട്ട് കൊണ്ടുവയ്ക്കും. അങ്ങനെ ഓരോ സ്ഥലത്ത് നടക്കുമ്പോൾ നമ്മൾ കാണാൻ പാടില്ലാത്ത വിഹിതമല്ലാത്ത പലതും ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പിന്നെ വീട്ടിൽ വന്ന് അമ്മേനോട് പറയാം. അപ്പം അമ്മ എനിക്ക് പറഞ്ഞത് അതൊന്നും കണ്ടില്ല, ഇങ്ങനെ അങ്ങ് നടന്നാൽ മതിയെന്ന്. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്ന ഈ കുട്ടി പാവം പൊട്ടത്തിയാണ്, ഇതൊന്നും കാണുന്നില്ലല്ലോ. ഞാനെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകൾ എനിക്ക് എന്നുണ്ട്. അതായത് ഈ ലോകത്ത് സത്യമായ പല കാര്യങ്ങളും ഞാൻ കാണുന്നു, പറയാൻ പാടില്ല. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നേ, അതല്ലേ കുഴപ്പം. അങ്ങനെ പറഞ്ഞാൽ പ്രശ്നങ്ങളാവുന്ന കാഴ്ചകൾ. ഞാൻ ബ്രൂയ സത്യം അപ്രിയാന്ന് ഏതോ ഒരു ബുദ്ധിയുള്ളവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലപ്പോഴും പിന്നെ നിലപാടുകളുടെ പേരിൽ, നിലപാടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ എനിക്ക് മനുഷ്യരോടൊക്കെ എനിക്ക് ക്ഷമിക്കാനൊക്കെ കഴിയും. പക്ഷെ പെൺകുട്ടികളെ ഉപദ്രവിച്ച ആളുകളോടൊന്നും, അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആളുകളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അതെനിക്ക് എന്നുള്ള ദേഷ്യമാണ്. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ കവികളൊക്കെ ആയിട്ട് തല്ലുപിടുത്തമാണ്. അത് നോക്കുമ്പോഴാണ് എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വിവാദമൊന്നും വേണ്ട. ഞാൻ എപ്പോഴും പറയല്ല, എനിക്ക് ലോകത്ത് ഒന്നേ വേണ്ടുള്ളൂ, സമാധാനം. പക്ഷെ വിവാദമൊക്കെ ഉണ്ടായിക്കോളും. ഇതിപ്പോൾ എന്ത് ചെയ്യാനാണ്? ചില ആളുകളുടെ ജാതകമാണത്. നമ്മൾ തൊട്ടാ പ്രശ്നമാണ്. അത് രണ്ടുപേര് എന്നെ പറ്റിയിട്ട് എൻ്റെ അനിയത്തിയൊക്കെ അടിക്കുന്ന കമൻ്റ് എന്താ വെച്ചാൽ, അതായത് ഞാനിപ്പോൾ ഒരു സ്ഥലത്തൊരു സംഭവം ഉണ്ടാവണേ, ഏതോ ഒരാൾ എന്തോ ഒന്ന് ചെയ്തു, അപ്പോൾ നമ്മൾ പോയിട്ട് പിന്നെ ഇങ്ങനെ പോയി നിന്ന് എത്തി നോക്കൂ. നമ്മളിപ്പോൾ എത്തി നോക്കൂലേ, എന്താണ് ഇവിടെ നടക്കുന്ന ലഹള? അത് നോക്കൂ, ഞാനായിരിക്കും ലഹള. ഞാൻ ആ വഴിയിൽ പോലും ഇല്ല. അതേമാതിരി വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പിന്നെ അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ടിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ലെക്ചറാണല്ലോ. അപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും, ഗോത്ര ഗ്രാമങ്ങളിലും
പിന്നെ സങ്കേതങ്ങളിലും പട്ടികജാതി സങ്കേതങ്ങളിലൊക്കെ പോയിട്ട് അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എങ്ങനെ കൃത്യമായി ശരിയായ വിധം ജനാധിപത്യം നമുക്ക് നൽകിയ വിധം ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ വന്നപ്പോൾ ഞങ്ങൾ ഓഫീസിൽ ഒരാൾക്കെതിരെ അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് വെച്ചൊരു ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്തു. എനിക്ക് നല്ല ഉറപ്പാണ് എൻ്റെ ഓഫീസിലുള്ള എല്ലാവരും വളരെ നല്ല ആൾക്കാരാണ്, അവരൊന്നും അങ്ങനെ ബിഹേവ് ചെയ്യില്ല, പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി ആളുകളോടൊന്നും അങ്ങനെ ബിഹേവ് ചെയ്യില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. കാരണം എന്താ വെച്ചാൽ അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പഠിപ്പിക്കുന്ന ആൾ ഞാനാണല്ലോ കഴിഞ്ഞ 10-12-15 കൊല്ലമായിട്ട്. ഞാൻ പഠിപ്പിച്ച ശരിയാവാത്തതുകൊണ്ടാണ് വന്നത്. അപ്പം അപ്പുറത്തേക്കുന്ന ആളല്ല ആർക്കെതിരെയാണ് കേസ് എന്നറിയാമോ? ഞാൻ പറഞ്ഞ അറിയില്ല, ആരായാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്കെതിരെ കേസ്. ഞാൻ പറഞ്ഞു അല്ലാ. അപ്പം അതാണ്, അതായത് നമ്മൾ അറിയണം എന്നൊന്നുമില്ല. ഈ ലോകം എന്ന് പറയുന്നത് റോഡ് മാതിരിയാണ്. നമ്മൾ എത്ര നന്നായിട്ട് വണ്ടി ഓടിച്ചിട്ടും കാര്യമില്ല, അപ്പുറത്തുള്ളവൻ കള്ള് കുടിച്ച് വന്നാലും നമ്മളെ മേൽ തട്ടും, അപ്പുറത്തുള്ളവൻ റൂള് തെറ്റിച്ച് വന്നാലും നമ്മളെ മേൽ തട്ടും, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഈ പറയുന്ന ഈ ഗോത്രവർഗം അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്, അതിന് വേണ്ടിയിട്ട് കൂടുതൽ സംസാരിക്കാറുണ്ട്. എനിക്ക് സർക്കാർ ശമ്പളം ശമ്പളത്തിന്റെ കാര്യത്തിൽ മാത്രം ആണോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കുക എന്താ വെച്ചാൽ, ജീവിതങ്ങളോട് ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ, പിന്നെ ഞാൻ അല്ല തീർച്ചയായിട്ടും എൻ്റെ അച്ഛന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. എൻ്റെ അച്ഛൻ്റെ പാരമ്പര്യം, എൻ്റെ ബാബയുടെ പാരമ്പര്യമൊക്കെ കമ്മ്യൂണിറ്റികൾക്കൊപ്പം ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ശമ്പളം തരുന്നതുകൊണ്ടല്ലേ ഞാൻ അതിന് ജോലി ചെയ്യുന്നത്. അത് സത്യം തന്നെയാണ്, ശമ്പളം കിട്ടണോണ്ടാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും എല്ലാവരും എന്നോട് പറയും തോളിൽ വെക്ക് ജോലി, തോളിൽ വെക്ക്, ഹൃദയത്തിൽ വെക്കരുത് പറയും. പക്ഷേ ഞാൻ പറയാം, എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഭയങ്കര സവിശേഷമായ ബന്ധമാണ്. അവിടെ ഒരു ബോർഡുണ്ട്, ഹാവ് യു ഡൺ യുവർ ബെസ്റ്റ് ഫോർ യുവർ കിർട്ടാറ്റ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഞാൻ എന്നും അതിൽ നോക്കും, 6 മണിക്കൂർ ഒപ്പിച്ച് ചെയ്തിട്ടുണ്ട്, ബാക്കി ഞാൻ വീട്ടിൽ ചെന്ന് ചെയ്തോളാം. അങ്ങനെ എനിക്ക് ഒരു ബിൽഡിങ്ങാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതിന് ജീവനും ഇതൊന്നുമില്ല. പക്ഷേ ഞാൻ കരുതുന്നത് അതിനൊരു സോളുണ്ട് എന്നാണ്. ആ സോളും ഞാനും തമ്മിലൊരു ആത്മബന്ധം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും എന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റ്, ആ വകുപ്പും ഞാനും തമ്മിലുള്ള, അതെന്തുകൊണ്ടാണ് ഞാനെപ്പോഴും പറയും, അയ്യോ നായി പണിയെടുക്കണവർ ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി പണിയെടുക്കുന്ന, അത് വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വട്ട് പിടിച്ച സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഇതിന് ലൈഫുണ്ട്, ഇതിന് ജീവനുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യാം. നമുക്ക് തരുന്ന ശമ്പളം തീർച്ചയായിട്ടും എനിക്ക് വളരെ പ്രിയപ്പെട്ട സാധനമാണ്. അത് പിന്നെ ശമ്പളം ഉണ്ടെങ്കിൽ തന്നെയും 2 രീതിയിൽ നമുക്ക് ജോലി ചെയ്യാം. രണ്ടാമത്തെ രീതിയിൽ ജോലി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും എനിക്ക് തരുന്ന ഓരോ പൈസയും, സർക്കാർ എനിക്ക് തരുന്ന ഓരോ പൈസയും ഇവയൊക്കെ കൊടുത്താൽ, ഈ ശമ്പളമൊക്കെ കൊടുത്താൽ ഗുണമുണ്ട് എന്ന് എന്താണ്. അപ്പോൾ ആ ഒരു സിൻസിയറിറ്റി എനിക്ക് എപ്പോഴും ഉണ്ട് കമ്മ്യൂണിറ്റി ആയിട്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശരിക്കും കാട്ടിലൊരു ആളാണ്, ജീവിയായി പോയി. അപ്പം ഞാൻ ചോദിക്കുന്ന, ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു, എന്നാലൊരു തുറന്ന് ചോദിക്കുവാണ്, ആ ഒരു സമുദായം, ഒരു ഗോത്രവർഗ സമുദായം എന്ന് പറഞ്ഞാൽ അവരെത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് ജീവിതത്തിൻ്റെ കാര്യത്തിൽ? ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ഗതിയിൽ കാണുന്ന ഓരോ വർഷവും, അല്ലെങ്കിൽ ഓരോ സർക്കാരും, അത് കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും, ആദിവാസി സമൂഹത്തിന് വേണ്ടിയിട്ട് ഇത്ര കോടി രൂപ മാറ്റിവെക്കണോ, വർഷങ്ങളായിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ വെച്ചിട്ട് നോക്കുന്നെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് അവർക്ക് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അത് എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു അറിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത് എത്രത്തോളം ആ ഒരു ഭാഗത്ത് നിന്നിട്ട് അതിൻ്റെ ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്ക് നിൽക്കുമ്പോൾ അവരെത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ? കേരളത്തെ സംബന്ധിച്ച് ഞാൻ എന്നും അഭിമാനപൂർവ്വം, നമ്മൾ ഡൽഹിയിലൊക്കെ മീറ്റിങ്ങിന് പോവുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കേരളത്തെ അസൂയയോട് കൂടിയാണ് നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളം ഒരു മാതൃകയാണ്. എല്ലാ കാര്യത്തിനും കേരളം മാതൃകയാണ്. ലോക മാതൃകകൾ, ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ആ മാതൃകയുടെ ഒരു അനുരണനം ഗോത്ര മേഖലയിൽ കാണാറുണ്ട്. അത് സമ്പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ അതിൽ എതിരഭിപ്രായങ്ങളുണ്ടായിരിക്കും. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ കേരളത്തിനൊരു നല്ല ഗോത്ര ചിത്രകല പാരമ്പര്യമില്ല. മറ്റേത് സംസ്ഥാനത്ത് പോയാലും നിങ്ങൾക്ക് വർളി, ഗോദന, പട, പിന്നെ ഓറോൺ പെയിൻറ്റിങ്, സോറ, അങ്ങനെ പലതരത്തിലുള്ള കുറുമ്പ പെയിൻറ്റിങ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ അങ്ങനത്തെ ഒരു സംഗതി കാണാത്തത്? ഗോണ്ട് പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ അതൊന്നും കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? കേരളത്തിന് ഇല്ലാഞ്ഞാണോ? അല്ല,
കേരളത്തിനും ഉണ്ടായിരുന്നു. പക്ഷെ 1932 മുതൽ, 32 ബ്രിട്ടീഷുകാരാണ് അവശജാതി സമുദായ ഫണ്ട്. കേരളം സ്വാതന്ത്ര്യം കിട്ടിയ കേരളം ഉണ്ടായ വർഷം മുതൽ നമ്മൾ ഗോത്രജനങ്ങൾക്ക് വേണ്ടി നല്ല വീടുകൾ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുകയും നല്ല അപ്പോൾ അവരുടെ കുടിലുകളും ഇതുമെല്ലാം മാറ്റപ്പെട്ടു. ഒരുപാട് മുന്നേ തന്നെ 50s 60s തന്നെ വന്ന വീടുകൾ, അന്ന് വീട് കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ കൾച്ചറലി സ്പീക്കിംഗ്, ആ കലാപരമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ ചിത്രസങ്കേതങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. മുള്ളുക്കുറുമ്പന് ഭയങ്കര നല്ല കുറിക്കുത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അതുപോലെ കാട്ടുനായ്ക്കർക്കുണ്ട്, കുറുമ്പർക്കുണ്ട്. അപ്പോൾ അതൊക്കെ പക്ഷെ നമുക്ക് കേരളത്തിൽ ഇല്ലെന്നെ. അങ്ങനെ ഒരു ചിത്രസങ്കേതം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. 1947 ഹെയ്മൻ ഡെറൻഡോർഫ് എന്ന് പറയുന്ന ആളിവിടെ വന്നിട്ടെടുത്ത ഫോട്ടോയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ വികസനം നമുക്ക് സാധ്യമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ വൈദ്യുതി, വെള്ളം, ശുദ്ധജലം, വെള്ളം, വീടുകൾ, പിന്നെ പഠന പദ്ധതികൾ, ആരോഗ്യ ഇതിലൊക്കെ നമ്മൾ കുറച്ച് നല്ല മുന്നിൽ തന്നെയാണ്. പക്ഷെ നമ്മുടെ മുഖ്യധാരാ ജനങ്ങളുമായി നോക്കുമ്പോൾ നമ്മുടെ ഗോത്രജനങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട്. നമുക്ക് 6 ലക്ഷം രൂപയാണ് വീടുണ്ടാക്കാൻ കൊടുക്കുന്നത്. അത് മതിയോ എന്നുള്ള ചോദ്യം ഉണ്ട്. അതുപോരാ തന്നെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ, അപ്പോൾ ചില ആളുകൾ പറയും എന്തൊരു നല്ലതാണ്, നല്ല രസമല്ലേ ഇവരെ കുടിൽ കാണാൻ, അതിൽ താമസിച്ചോടെ. നല്ല രസമാണ്. നമ്മൾ ടൂർ പോകുമ്പോൾ 2 ദിവസം താമസിക്കാൻ നല്ല രസമാണ്. പക്ഷെ അതിലപ്പുറം നമുക്കതിൽ അത്ര വലിയ രസമില്ല. ആന വന്ന് ചവിട്ടിയാൽ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ വന്ന് ആക്രമിച്ചാൽ പൊളിയാത്ത ഒരു വീട്, ഇതുപോലെ നല്ല ടൈൽസും നല്ല തറയുമുള്ള വീട്, നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമുകൾ, നല്ല അതൊക്കെ എല്ലാവർക്കും കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എല്ലാ രീതിയിലും പിന്നെ നമുക്ക് തീരുമാനിക്കാൻ ഒരു അവകാശമില്ല. ഓരോ ഗോത്രവർഗ്ഗക്കാരൻ്റെ കാര്യം തീരുമാനിക്കുന്ന അവനാണ്. പിന്നെ നമുക്ക് നിർബന്ധം പിടിക്കുന്ന വാക്സിൻ്റെ കാര്യത്തിൽ ഞാൻ നിർബന്ധം പിടിക്കുക. നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ കുട്ടികൾക്ക് വാക്സിൻ എടുക്കണേ, പ്രസവം ഹോസ്പിറ്റലാക്കണേ, ഇഞ്ചക്ഷൻ എടുക്കണേ പറയും. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അതിൽ നിർബന്ധം, അത് ഇന്ത്യയിൽ നിയമമാണ് 10-14. അപ്പം അതിനു വേണ്ടി നമ്മൾ ലേളുണ്ടാക്കലുണ്ട്. ഈ ഇപ്പം പറഞ്ഞില്ലേ, ഈ വാക്കാണ് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇപ്പം കാട്ടിൽ നിന്ന് കൂടുതൽ ഇറങ്ങി വരുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഇപ്പോൾ വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന. ആന നാട്ടിലേക്ക് ഇറങ്ങണു, ചവിട്ടി കൊല്ലണു, ആദിവാസികൾ തന്നെ പലപ്പോഴും ആനയുടെ ചവിട്ടേറ്റ് മരിച്ചു പോകണം. ഇത് നോക്കുമ്പം ഇതെവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം? അതായത് ആൾക്കാർ അതിന്റെ വാസസ്ഥലത്തേക്ക് കയറിപ്പോയി അതിനെ വന്യമൃഗം തന്നെയാണ്. എനിക്കറിയില്ല. മനുഷ്യനും വന്യമൃഗം. കാട് എന്ന് പറയുന്നത് വനം വകുപ്പുകാർ പറയായിരിക്കും ഇത് ഞങ്ങളെ ഇതാണ്, മൃഗങ്ങളുടെയാണ്. മനുഷ്യനൊരു മൃഗമാണ്. അവനും കാട്ടിലുണ്ടായിരുന്നതാണ്. അവൻ കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ആനയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ട് വെച്ചാൽ, ആനയുടെ പോപ്പുലേഷൻ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നമ്പർ 1 ഉള്ളത് ബീഹാറാണെന്ന് തോന്നുന്നു. അല്ല, നമ്പർ 1 ഉള്ളത് കർണാടക, നമ്പർ 2 ഉള്ളത് ആസാം, നമ്പർ 3 ഉള്ളത് കേരളം. കർണാടകയുടെ പിന്നെ സ്ക്വയർ കിലോമീറ്റർ എത്ര 98,000 കിലോമീറ്ററോ അല്ല, 1.9 അത്രയാണ്, 1,98,000. അതാണ് വിസ്തൃതി. ആസാമിൻ്റെ വിസ്തൃതി എത്രയാ? 88,000 90,000 ഓൾമോസ്റ്റ്. ഞങ്ങൾക്ക് കൃത്യം ഓർമ്മ, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. കേരളത്തിൻ്റെ എത്രയാ? 36-38 ഉള്ളൂ സ്ക്വയർ കിലോമീറ്റർ. അപ്പോൾ 1ാം സ്ഥാനം കിട്ടിയ കർണാടക, 2ാം സ്ഥാനമുള്ള ആസാമും കേരളവും തമ്മിലുള്ള ആനേൻ്റെ എണ്ണത്തിൽ വ്യത്യാസം എത്രയായിരിക്കുമോ? 13. ഇത് 38 അല്ലെങ്കിൽ 39 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്ററുള്ള കേരളത്തിൽ 3ാം സ്ഥാനം. 2ാം സ്ഥാനം കിട്ടിയത് അതിൻ്റെ 3 ഇരട്ടിയുള്ള പ്രദേശത്ത് തമ്മിലുള്ള വ്യത്യാസം 13 ആനകളാണ്. അപ്പോൾ ഒരു സ്ക്വയർ മീറ്ററിലുള്ള ആനയുടെ എണ്ണം നിങ്ങൾ എടുക്കൂ. കാടിൻ്റെത് അതിലും പരിതാപകരമാണ്. കേരളത്തിൽ കാട് കുറവാണ് പൊതുവെ. വേറൊരു ടൈപ്പ് ഭൂമിയല്ലേ, ഇങ്ങനെ കടൽ ഉള്ള കുറവാണ്. അപ്പോൾ ആനകൾ ഇവിടെ അധികമാണ്.
പിന്നെ ആനേനെ അടുത്ത് നിങ്ങൾ ആനയുടെ അവിടെ പോയി വീട് വെച്ചു എന്നൊക്കെ പറയുന്നതിലൊന്നും നമുക്ക് എനിക്ക് അത് അവരുടെ വീട് അവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ പുതിയ ചില പദ്ധതികളിൽ അങ്ങനെ വന്നിട്ടുണ്ടാവാം. അത് നമ്മൾ പഠിക്കുകയും പഠിച്ച് അത്തരം സ്ഥലങ്ങളെ കാണുകയും ചെയ്ത് വേണം ചെയ്യാൻ. ഞാൻ ആന കുത്തിക്കൊന്ന മനുഷ്യൻ, ആന ചവിട്ടിയിട്ട് തല ഇങ്ങനെ പെരപെരേന്നാക്കിയ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. നെഞ്ചിലിങ്ങനെ ഇങ്ങനെ കുത്തിയിട്ട് എനിക്കിപ്പോഴും ആ ഒരു കറുപ്പ് എനിക്ക് ഭയങ്കര ഓർമ്മ. ഞാൻ ആനവേട്ട പറഞ്ഞിട്ടൊരു ബുക്കൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് ആനേനെ ഇഷ്ടമൊന്നുമല്ല. ആനേൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് നന്നായി ആസ്വദിക്കാൻ കഴിയുന്നത് നിങ്ങൾ ആന വരാത്ത നല്ല വീടുകളിൽ ഇവിടെ താമസിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ആനയുടെ എന്നെ ഒരു ദിവസം ആന കുത്തിപ്പൊക്കി, എൻ്റെ കാറിനെ ഇങ്ങനെ കുത്തിപ്പൊക്കി. ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ, ഞാൻ 7.5 മാസം ഗർഭിണി. അത് ആ തിരുനെല്ലി അവിടെ ഒരു സൈഡിൽ ഇതും, പിന്നെ ആന ഇപ്പുറത്ത് വന്നിട്ട് ഒരുത്തനെ അടിച്ചു വിട്ടു. അവൻ്റെ നട്ടിൽ ബൈക്കോടെ അവൻ പറന്നുപോയി. അടുത്തത് എൻ്റെ വണ്ടിയിലൊന്നും ഇങ്ങനെ കുത്തിക്കളഞ്ഞു. ഓട്ടയൊക്കെ എൻ്റെ കാർ ഇങ്ങനെ കുത്തിയിട്ട് അവനിങ്ങനെ പൊക്കുകയാണ്. എന്നിട്ട് ചവിട്ട് എന്തൊക്കെയോ ചെയ്യാം. പക്ഷെ വണ്ടി ഓണിലാണ്. എനിക്ക് ബാക്കിലേക്കും പോകാൻ മുന്നിലേക്കും പോകാം. പിന്നെ അവൻ എന്തോ ചെയ്തപ്പം ഞാൻ ചില്ലിൻ്റെ അവിടേക്ക് ക്രും എന്ന് പറഞ്ഞ് പൊട്ടിപ്പോയോണ്ട് വണ്ടിയുടെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ബാക്കിലുള്ള വണ്ടികളെല്ലാം ബാക്കിലേക്ക് പോകുന്നു, മുന്നിലുള്ള വണ്ടികളെല്ലാം മുന്നിലേക്ക് പോകുന്നു. അപ്പം ഞാൻ തീർച്ചയായും ആനേനെ എനിക്ക് 2012 എൻ്റെ മകനെ ഞാൻ ഗർഭിണിയാക്കി. ഞാൻ വിചാരിച്ചു ഈശ്വരാ എൻ്റെ കുട്ടിക്ക് ജീവിതമല്ലല്ലോ, തീർന്നല്ലോ എന്നൊക്കെ വിചാരിച്ച്. അത് അത്രയും നമ്മൾ പേടിച്ചു മുട്ട് കൂട്ടിയിടിക്കുക ഉണ്ടാവും. എനിക്ക് പേടിയൊന്നുമില്ല താള, പക്ഷെ അങ്ങനത്തെ അവസരം വരുമ്പോൾ നമ്മൾ മനുഷ്യൻ്റെ മുട്ട് കൂട്ടിയിടിക്കും. ഈ ഇന്ദുവിന് ശരിക്കും പൊതുവെ പേടി ചോദിച്ചോണ്ട് തന്നെ മനുഷ്യനാണോ പേടി? ആരും പേടിയൊന്നുമില്ല. പേടിയില്ല. അത് ഞാൻ മുന്നേ എപ്പോഴും പറയണതാണ്, പേടിയില്ലാത്ത ശരിയല്ല, നല്ല പേടിയൊക്കെ വേണം. പേടിയുള്ളത് ബുദ്ധിയുടെ ലക്ഷണമാണ്. എന്ത് ചെയ്യാൻ അതാ ഈ പറഞ്ഞില്ലേ, ഈ പറയുന്നൊക്കെ ചില ആളുകൾ ചിലത് പേടി കൊണ്ട് പറയില്ല. ഞാൻ പേടി കൊണ്ടെല്ലാം പറയും, എനിക്ക് പേടിയില്ല ഞാൻ പറയും ചെയ്യും. അങ്ങനെ ഒരു ഭയമല്ല. ഭയം വേണം, മനുഷ്യർക്കൊക്കെ ഭയം വേണം. ഏത് ജീവിക്കും ഭയം നല്ലതാണ്. ഇതിനെ ഇനി നമുക്കൊരു വേറൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു പോസ്റ്റിനെ കുറിച്ചാണ്, ഇതിന്റെ സിനിമയെ കുറിച്ചിട്ടാണ്. അതായത് ബറോസും എമ്പുരാനും ഉണ്ടാക്കിയ ആഘാതം മനസ്സിലുണ്ടായതിനാൽ അത് തുടരുമോ എന്ന് ഭയന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പോകാനും മടിച്ചു. ഇത് മോഹൻലാലിന്റെ പുതിയ പടത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നത്. എമ്പുരാനും ബറോസും അങ്ങനെ. ഞാൻ പറയുന്നത് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. എമ്പുരാനെ കുറിച്ച് വളരെ ഒരു പൊളിറ്റിക്കലി ഒരുപാട് ഒരു ഇഷ്യൂ ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു സംഘപരിവാർ അവർക്ക് നേരെ വിരളിച്ചുകൊണ്ടിയ ഒരു പടമാണ് ഓപ്പണായിട്ട് എഴുതിയിരുന്നു. അത് വലിയൊരു വിവാദമായിരുന്നു ആ സിനിമയുടെ റിലീസ് മുതൽ തുടങ്ങി വെച്ചൊരു സംഭവം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ഇന്ദുവിൻ്റെ ഭാഗം എഴുതി, പലരും അതിനെതിരെ വിമർശനം ഉണ്ടായി. ഇത്തരം റിവ്യൂവിനെ കുറിച്ചും നമ്മുടെ ഒരു സിനിമയെക്കുറിച്ചുള്ള ഒരു വിമർശനമൊക്കെ അതിനെങ്ങനെയാണ് എന്ത് കാണുന്നത്? ഞാൻ ഡെയിലി 2 സിനിമ കാണുന്ന ആളാണ്. ഡെയിലി 2 സിനിമ കാണും, എത്ര വർഷങ്ങളായിട്ട്. അതായത് പിന്നെ പോലീസ് അറിഞ്ഞ് തന്നെ പിടിക്കും. പണ്ട് വ്യാജ CD വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് സിനിമകളുടെ ഒന്നും ഒറിജിനൽ ആയിരിക്കില്ല ഇവിടെ വീവാ പള്ളിയിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ പിന്നെ ഒരു പുസ്തകം വായിക്കാനും എൻ്റെ സമയമൊക്കെ ഞാൻ വിനിയോഗിക്കുന്ന അങ്ങനെയാണ്. ഞാൻ എത്രയാ സ്ക്രീൻ ടൈം എന്നറിയാം, ഒരു 3.5-4 മണിക്കൂറൊക്കെ ഞാൻ ഡെയിലി സ്ക്രീൻ ടൈം ഉണ്ട്. 2 സിനിമയെങ്കിലും കാണും, 1.5 മണിക്കൂർ 2 മണിക്കൂർ ഡെയിലി. ഞാൻ എഴുതി എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വർക്ക് ചെയ്യാൻ പറ്റാതെ കിടന്നുറങ്ങുമ്പോൾ അപ്പോഴും ഞാൻ ഫോൺ തുറന്നു വെച്ചിട്ട് സിനിമ കാണും. സിനിമയെക്കുറിച്ചും കലയെക്കുറിച്ചും ആർട്ടിസ്റ്റിക് സംഗതികളെക്കുറിച്ചും എനിക്ക് എൻ്റേതായ ഇതുണ്ട്. സംഘപരിവാർ പൊളിറ്റിക്സിനെതിരെ, രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ഒരു സിനിമ എന്ന നിലയിൽ എനിക്ക് എമ്പുരാനോട് വളരെ, പക്ഷെ അതൊരു കലാമൂല്യമുള്ള സിനിമയാണ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ. കലാമൂല്യമുള്ള സിനിമ അവകാശപ്പെട്ടില്ല. ഞാൻ ആ സിനിമ ഉറങ്ങിപ്പോയി. അതെ, ആ സിനിമ എന്നെ ഒരു രീതിയിൽ ആകർഷിച്ചില്ല. അത്രയും ആൾക്കാരൊക്കെ ഈ ബഹളത്തിൽ നിങ്ങൾ എങ്ങനെ ഉറങ്ങിപ്പോയി? തീർച്ചയായും അത്തരം സംഗതികളെ നമ്മൾ എനിക്ക് ഫാഷിസത്തിനെതിരായിട്ടുള്ളൊരു ഇതെന്നുള്ള രീതിയിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇന്ദുന്റെ പോസ്റ്റില് ആ പടം കാണുന്നത്, ഇത് പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ സിനിമ കാണാൻ ചിലപ്പോ ഒന്ന് ശങ്കിക്കില്ലേ, ഒന്ന് പോണോ വേണ്ട? പൊട്ട സിനിമയാ, അങ്ങനെ ഞാൻ പറയല്ല. പക്ഷെ അവരുടെ എഫേർട്ടുകൾ എന്നും ഇത് പൃഥ്വിരാജ് മോഹൻലാൽ എന്ത് നല്ല കഴിവുള്ള നടനാണ്, പൃഥ്വിരാജ് എന്ത് നല്ല, മുരളി ഗോപിയുടെ എനിക്ക് ആ സിനിമയോട് പേഴ്സണലി ഇഷ്ടമൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്തതാണ്. പക്ഷെ അതൊരു ഗംഭീര സിനിമയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല.
അവർ ഭയങ്കര ഗംഭീരമായ സിനിമകൾ ചെയ്യാൻ പൊട്ടൻഷ്യലുള്ളൊരു സംഘമാണ്. എനിക്ക് ഭയങ്കര ഞാൻ ഫുള്ളായിട്ട് ഉറങ്ങി, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് ജതിൻ രാമദാസ് വരും. എന്താണ് സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. എനിവേ അതെന്നെ എനിക്കത് കണ്ടിടത്തോളം എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല. പക്ഷെ അതിൻ്റെ രാഷ്ട്രീയം വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്നത് കൊണ്ടും ഈ കാലഘട്ടത്തിൽ അത് എടുക്കാനും കാണിക്കാനും ആ സംഘം കാണിച്ച ധൈര്യം ഉള്ളതുകൊണ്ടും അത് എത്ര പന്ന സിനിമയാണെങ്കിൽ പോലും ഞാൻ ആ സിനിമേൻ്റെ കൂടെയാണ്. അത് വേറെ കാര്യം. പലസ് എനിക്ക് കാണാനേ പറ്റില്ല. പകുതി ഞാൻ എഴഞ്ഞൊക്കെ നോക്കി കാണാൻ ചിങ്. പക്ഷെ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ എന്തൊരു നല്ല നടനാണ്, എന്ത് നല്ല നടനാണ്. ഞാൻ ഇവൻ ഐ ആം എ കട്ട ഫാൻ. ഞാൻ മമ്മൂട്ടീൻ്റെ ഭയങ്കര ഫാനാണ്, മമ്മൂട്ടീൻ്റെ ഭയങ്കര ഫാനാണ്. പക്ഷെ മോഹൻലാൽ എന്തൊരു നടനാണെന്നറിയാം. വിരലൊക്കെ ഇങ്ങനെ അഭിനയിക്കും, കൈയൊക്കെ ഇങ്ങനെ അഭിനയിക്കും. പക്ഷെ നല്ല സംവിധായകരുടെ കയ്യിൽ കാണാം. അദ്ദേഹത്തിന് എല്ലാവരും പറയാം അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു പൊട്ടൻഷ്യലിനെ എടുത്തിട്ടില്ല. ആ ഭ്രമരമൊക്കെ കണ്ടു നമുക്ക് ഭ്രാന്തടിക്കും. എന്തൊരു നടനാണ് അയാൾ. ആ മനുഷ്യനാണ് മറ്റേതൊക്കെ അഭിനയിക്കുന്നത് കേട്ടോ. അപ്പൊ അത്രയേറെ ഈ സംഘപരിവാറിനോട് എന്തിനാണ് ഇത്രയും ദേഷ്യം? എന്താണ് അതിൽ അവരിൽ കാണുന്ന പോരായ്മ? വെറുപ്പ്. എനിക്ക് വെറുക്കുന്നത് ഇഷ്ടമല്ല, വെറുപ്പിൻ്റെ ഇത് ഇഷ്ടമല്ല എനിക്ക്. ഞാൻ ഓരോ ദിവസവും ഇന്ന് എനിക്കൊരു മനുഷ്യനോടും വഴക്കുണ്ടാക്കാൻ പറ്റരുത്. എനിക്ക് ഒരാളോടൊന്നും എനിക്ക് സ്പർദ്ധ തോന്നരുത്, ഒരാളോടും ദേഷ്യം. ഞാൻ ഭയങ്കര നന്മമരം നിലയ്ക്ക് നല്ലോണം ദേഷ്യം പിടിക്കുന്നുണ്ട്, നല്ലോണം എന്നൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നരുതേ എന്നെനിക്ക് തോന്നാൻ എനിക്ക് മനുഷ്യരോടുള്ള സ്നേഹവും പാരസ്പര്യവും ഇഷ്ടവും ഓരോ ദിവസവും എൻ്റെ ഉള്ളിൽ ഉണ്ടാവണേ എന്ന് വിശ്വസിക്കുന്ന, അതാണ് എൻ്റെ ഒരു പ്രാർത്ഥനയും എൻ്റെ ഒരു വിഷയം. നിങ്ങൾ എന്താ ഡെയിലി പ്രാർത്ഥിക്കുക? എനിക്ക് ആരോടും സമാധാനമായിട്ട് സ്നേഹമായിട്ട് പറ്റിയാൽ കെട്ടിപ്പിടിച്ച് നന്നായിട്ട് പോകാൻ പറ്റണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യശ്രീയാണ് ഞാൻ. ഒരു അലുവേനെ പറ്റിയിട്ട് ഞാൻ പോസ്റ്റ് ഇട്ട് അതിൻ്റെ താഴെ വന്നിട്ട് ഒറ്റനിട്ട് തുപ്പലിട്ടാക്കിയിട്ട് എന്താ മനുഷ്യന്മാരെ തുപ്പിയിട്ടാണോ ഭക്ഷണം കൊടുക്കുക? ഞാൻ ഇന്ന് വരെ കണ്ടത്, ഞാൻ ഏറനാട് മലപ്പുറം ഭാഗത്ത് ജീവിക്കുന്നത്, ഭക്ഷണം തരുന്നതിലും ഭക്ഷണം നൽകുന്നതിലും ഭക്ഷണം കൊടുക്കുന്നതിലും ഇത്രയും സ്നേഹവും എഫേർട്ടും എടുക്കുന്നത് മുസ്ലിംസ് കുടുംബങ്ങളാണ്. അവരുടെ വീട്ടിൽ പോയി ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ നമ്മളെ വീട്ടിലൊന്നും വന്നാൽ കഴിക്കാൻ തോന്നില്ല. ഇവിടെയൊക്കെ വന്ന ചായക്ക് എന്താ തരിക? ഒരു മിച്ചർ തരുമായിരിക്കും, ഒരു ചെറിയത് കൈ. ശരിക്കും തിരുവനന്തപുരത്തൊക്കെ ഉള്ള നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വീട്ടിൽ വരാൻ കുറവാകും. കാരണം എന്താ വെച്ചാൽ പൊരിച്ച പത്തിരി, കോഴിയട, മുട്ടമാല, മുട്ട സുർക്ക, പിന്നെ കിളിക്കൂൾ, എന്തൊക്കെയാണ് ഉമ്മാർ, പൂവട, സാധാരണ അട, വട, അത് ഇത് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ്. ഇങ്ങനെ കണ്ണ് നിറയണം, മനസ്സ് നിറയണം, വയറ് നിറയുന്നതിന് മുന്നേ തന്നെ ഈ ഫുഡിൻ്റെ കാഴ്ച. അങ്ങനെ ഭക്ഷണം തരുന്ന ഒരു ഭക്ഷണ സംസ്കാരമുള്ള സമുദായമാണ് ഞങ്ങളുടെ മലപ്പുറത്തെ മുസ്ലിങ്ങൾ. അവരിനെ പറ്റി പറയണം, അവർ തുപ്പൽ കൂട്ടിയിട്ട് അലുവ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് അവന് തോന്നുന്നതെന്ന് വെച്ചാൽ അവന് ഈ പശുവിൻ്റെ അപ്പിയും ചാണകവും തീട്ടം, പശുവിൻ്റെ തീട്ടവും പശുവിൻ്റെ മൂത്രവും യൂറിൻ തെറാപ്പിയൊക്കെ കുടിച്ചിട്ട് അവൻ്റെ മനസ്സ് ഇങ്ങനെയായി മാറി. ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. ഞാൻ ഏറ്റവും നല്ല ഭക്ഷണം കമ്മ്യൂണിറ്റി ഭക്ഷണങ്ങളാണ്, ഓരോ സമുദായത്തിൻ്റെ ഭക്ഷണം. കേരളത്തിന് ഭക്ഷണ സംസ്കാരം ഇല്ലല്ലോ. കേരളത്തിന് ഭക്ഷണ സംസ്കാരം ഉണ്ടോ? ഇല്ല. കേരളത്തിന് സമുദായങ്ങൾക്ക് അതത് ഭക്ഷണങ്ങളുണ്ട്. കേരളത്തിൽ എന്താ മനുഷ്യർ കഴിച്ചിരുന്നത്? കിഴങ്ങുകളും ഒരു വെറൈറ്റിക്ക് മുതലയുടെ ഇറച്ചിയാണ് കഴിച്ചിരുന്നത്. ഇവിടെ വയനാട് പോലെയായിരുന്നു കേരളം എന്നാണ് ഞാൻ വായിച്ചറിവാണ്. വയനാട് പോലെയായിരുന്നു. അവിടെയുള്ള കുളങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു, ഓരോരോ കുളം. അതിലൊക്കെ മുതലുണ്ടായിരുന്നു. ഇതിനെയൊക്കെ തിന്ന് തീർത്തതാണ്. എൻ്റെ അമ്മ പറയും കഞ്ഞി അല്ല നിങ്ങളെന്താ, എനിക്ക് നൂഡിൽസ് ഇഷ്ടമല്ല. എൻ്റെ അമ്മമ്മ പറയും നിങ്ങളെന്താ ഈ ചൈനക്കാരൻ്റെ നൂഡിൽസ് തിന്നണേ? അപ്പം ഞാൻ പറയാം അമ്മമ്മ കുടിക്കണ കഞ്ഞിയോ? കൊങ്ങി ചൈനീസാണ്, ചൈനയിൽ നിന്ന് വന്നതാണ് ആ സാധനം. കേരളത്തിൽ അരി ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ അരി കൊണ്ടുവന്നത് ബംഗാളിൽ നിന്നൊക്കെ ആയിരുന്നു. എന്നിട്ട് കൊള്ളക്കാർ പിടിച്ച കഥയൊക്കെ ഭാസ്കരൻ്റെ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്. കേരളത്തിന് കിഴങ്ങുകളാണ്. ബൊണ്ണി, കവല, നൂറ, നാര, എറുമാൻ, എക്ക് എറുമാൻ, കൊരണ, എന്തിക്കൊരണ, പലതരത്തിലുള്ള ചേമ്പുകൾ, അടതാപ്പ്, നൂല, അങ്ങനെയൊക്കെയുള്ള
പലതരത്തിലുള്ള കിഴങ്ങുകളാണ് പുഴുങ്ങി തിന്നുകൊണ്ടിരുന്നത്. കപ്പ പോലും ഇപ്പം അടുത്ത് വന്നതാണ്. ഈ തേങ്ങ പോലും അവർ കൊണ്ടുവന്നതാണ്. എനിക്ക് മുന്നേ ഇത് രണ്ടും കൂട്ടിയാണ് ഇവിടെ കഴിച്ചിരുന്നത്. എന്നിട്ട് പശുവിൻ്റെ ഇറച്ചി തിന്നൂല പോലും. ഹണ്ടേഴ്സ് ഗ്യാദറേഴ്സ് ആയിരുന്ന സമയത്ത് ഇവരുടെയൊക്കെ പൂർവികർ നല്ല പശുവിനെയൊക്കെ കുത്തി തിന്നതുകൊണ്ടാണ് ഈ സ്പീഷീസിന് സർവൈവ് ചെയ്യാൻ പറ്റിയത്. ഞാൻ മത്സ്യമാംസമൊക്കെ ഇപ്പം അടുത്ത കാലത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയ ആളാണ്. അത് എന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് മത്സ്യമാംസം കഴിക്കാൻ പാടില്ലേ? ഇത് എന്ത് കഷ്ടാണ്. ഇങ്ങനെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഇന്ദു നേരിട്ട ഏറ്റവും വലിയൊരു അപമാനം അല്ലെങ്കിൽ അതെന്താണെന്നറിയാമോ? അയ്യോ, ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് അഗൻസ്റ്റ് ഫേക്ക് PhD ആൻഡ് ഈ വ്യാജമായി PhD ചെയ്യുന്നതിനെതിരെ ഞങ്ങൾക്കൊരു സംഘമുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ അതിനെ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് എടുക്കും, കോളേജ് തുറക്കുമ്പോൾ കംപ്ലൈൻറ്റ് എടുക്കും. അതിന് ഞാൻ ഉൾട്ട എഴുതി അവസാനം ഞാനൊരു വ്യാജനം എഴുതുന്ന ആളായി മാറിയൊരു സംഭവമുണ്ട്. ദാറ്റ്സ് ഓക്കെ. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. എനിക്ക് അപ്പം ആ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. കുറച്ചുകൂടെ ബുദ്ധിയോടുകൂടി ഇതൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ട്. ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും അരപ്പിരി ലൂസുള്ളതുകൊണ്ടും എനിക്ക് പലപ്പോഴും അത്തരത്തിലുള്ള പക്വമായ ഞാൻ ചിലപ്പോൾ അങ്ങനെ അപക്വമായിട്ടൊക്കെ സംസാരിക്കും. അതൊരു ആർട്ടിസ്റ്റിക് ഔട്ട്ബേസ്റ്റാണ് പലപ്പോഴും. എഴുതുന്നൊക്കെ സമയത്ത് ഞാൻ ഭയങ്കര വൾണറബിൾ ആയിരിക്കും. എൻ്റെ തലയൊക്കെ വേറെ ഏതോ ഒരു മൂഡിലായിരിക്കും. അങ്ങനെ ആകുമ്പോൾ പിന്നെ എനിക്ക് എന്താ പറയുക, പക്ഷെ കുറച്ച് 40-45 വയസ്സായില്ലടോ, ഇനിയെങ്കിലും നന്നായിട്ട് പെരുമാറിക്കൂടടോ എന്ന് എൻ്റെ വിവേകം എപ്പോഴും എൻ്റെ വികാരത്തോട് ചോദിക്കും. ഈ സോഷ്യൽ മീഡിയയിലുള്ള ദേഷ്യമൊക്കെ ആയിരുന്നു. ഒരിക്കലും ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു വസ്ത്രങ്ങളെ, ഹിന്ദു ഒരു വസ്ത്രധാരണത്തെ കുറിച്ച് പോലും എന്തോ ഒരിക്കലും ആരോ ഒരു വിമർശിച്ചതിന്റെ പേരിലാണെന്ന് തോന്നുന്നു. അല്പം മോഡേൺ ഒരു വസ്ത്ര ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ഒരു പ്രതിഷേധമായിട്ടാണ് ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതാ റീമ കല്ലിങ്ങലിന്റെ കാല് കണ്ടിട്ട് ഇവർക്കൊക്കെ വലിയ അസുഖം. ഈ പറയുന്ന ഇത് തന്നെ ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത്? ഓരോരുത്തർക്കും ഇഷ്ടമുള്ള സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൻ്റെ മുകളിൽ തീരുമാനം എടുക്കാൻ ഇവരാരാ? ഇഷ്ടമുള്ള വസ്ത്രം. ഇപ്പം എന്നോട് ചോദിച്ചു വലിയ ബിക്കിനിയൊക്കെ ഇട്ട് ഞാൻ നടക്കുക വെച്ചാൽ ഞാൻ നടക്കില്ല, എനിക്ക് നടക്കാൻ കഴിയൂല. പക്ഷേ പിന്നെ അങ്ങനെ ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അയാളെ ഇഷ്ടമാണ്, അത് അയാളെ സ്വാതന്ത്ര്യമാണ്. അതിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ബോംബെയിലൊക്കെ പോകുമ്പോൾ എൻ്റെ ഭർത്താവും മോളൊക്കെ എനിക്ക് നല്ല ഉപ്പായൊക്കെ വാങ്ങിത്തരും. അവിടുത്തെ മോഡാണ്. ഞാൻ അവിടെ നിന്നൊക്കെ ഇടും, അവിടെ നിന്നൊക്കെ ഞാൻ ഇടലുണ്ട്. എന്നോട് പണ്ട് നമ്മളെ മാതൃഭൂമിയിലെ PV ചന്ദ്രേട്ടനില്ലേ, ഒരു ഞാനും വീരേന്ദ്രകുമാർ പിന്നെ ചന്ദ്രേട്ടനും റമദ അവിടെ ജുഹു ബീച്ചിലൊരു നല്ല തമിഴൻ്റെ ദോശക്കടയുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കുമ്പോൾ ഞാൻ ഭയങ്കര മോഡേൺ ആയിട്ടുള്ളൊരു എത്ര പോകുന്ന ട്രൗസറും എന്തോ ഒരു ഉടുപ്പൊക്കെ ഇട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 3 ദിവസം മുന്നേ ഞാനും ഗംഗേട്ടനൊക്കെ ഉള്ള എന്തോ ഒരു പരിപാടിക്ക് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറയണേ, നിങ്ങളുടെ അതേ ചായയുള്ളൊരു എഴുത്തുകാരി ഞങ്ങൾക്കുണ്ട്. അവൻ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, വീരേന്ദ്രകുമാർ ചന്ദ്ര. ഞാൻ പറയണത് ശരിക്കും ഉപദേശിച്ച് ഞാൻ വേറെ അവനാണോ എന്ന് പറഞ്ഞിട്ട് അത്രയും വ്യത്യാസം ഉണ്ടാവും. അവനെ മനസ്സിലാവില്ല. മാധവിക്കുട്ടി ഒരുപാട് എന്നെ സ്വാധീനിച്ചിട്ടേ ഇല്ല. എനിക്കിഷ്ടമാണ് മാധവിക്കുട്ടിയുടെ കഥകളും എഴുത്തുകളും. എനിക്ക് മാധവിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. പിന്നെ തുറന്ന് എഴുതിയതുകൊണ്ട് എന്തെന്ന് തുറന്നെഴുതിയത്? മാധവിക്കുട്ടി എന്താ തുറന്നെഴുതി നിങ്ങൾ പറയുന്നത്? ഒരു സ്ത്രീ എന്ന നിലയിൽ ധൈര്യത്തോടെ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. സക്കറിയയുടെ കഥകൾ വായിക്കണം മിസ്റ്റർ. തുറന്നെഴുത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ സക്കറിയയുടെ കഥകൾ വായിക്കൂ. നിങ്ങൾ മാർക്കസിൻ്റെ വർക്കുകൾ വായിക്കൂ. നമ്മുടെ വിനോയുടെ പുറ്റു വായിക്കൂ, പൊനം വായിക്കൂ. പിന്നെ ഫ്രാൻസിസ് നൊറോണയുടെയും ഉണ്ണിയാറിൻ്റെയും സുഭാഷ് ചന്ദ്രൻ്റെയും ഒക്കെ കഥകൾ വായിക്കുമോ? അതിലൊക്കെ ഉള്ളത്ര തുറന്നെഴുത്ത് ആരും എഴുതുന്നില്ല. മാധവിക്കുട്ടി ആ കാലഘട്ടത്തിൽ എഴുതി എന്നുള്ളത് പ്രസക്തമാണ്. മാധവിക്കുട്ടി കമലാസുരയായിട്ട് മാറിയപ്പോൾ ഒരു എതിർപ്പ് തോന്നിയോ? എനിക്കോ? മാധവിക്കുട്ടി കമലാസുരയപ്പോൾ നല്ല രസമുള്ള കുപ്പായൊക്കെ അബായയും മറ്റിവിടെ വെക്കുന്ന സാധനം കിണിമണിയൊക്കെ ആരാ വാങ്ങിക്കൊണ്ടിരുന്നത്? ഞാനാണ്. എനിക്ക് എന്തൊക്കെ സാധനം ഇവിടെ അങ്ങനെ ഒട്ടിക്കുന്ന സാധനം ഉണ്ടായിരുന്നു. അത് ഞാൻ ഒമാനിൽ ഉണ്ടോന്നാണ്. എൻ്റെ ഒമാനിന്ന് കൊണ്ടുവന്നൊരു സാധനമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിൽ നിന്നും ഒമാനിൽ നിന്നൊക്കെ കൊണ്ടുവന്നുണ്ട്.
എൻ്റെ ഒരു പെൺകുട്ടി, എൻ്റെ ഫ്രണ്ട് കുട്ടി, ആള് കൊണ്ട് തന്ന. അത്തരം ഒരു സാഹചര്യം ഇപ്പം ഇതില് പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഇതൊന്നും ഒമാനൊന്നും അല്ല. അല്ല, ഞാൻ ചോദിച്ചതാ കമലാസുരയിട്ടിരുന്ന കമലാസുരയുടെ ഈ സാധനം ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കുന്ന ഒരു സാധനം. അങ്ങനെ പലരും പല സമ്മാനങ്ങളും കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഒരാളുടെ ജാതി ഏത് മതം ഏതെന്നുള്ള അല്ല എൻ്റെ വിഷയം. എൻ്റെ അമ്മ എനിക്ക് ഇന്ദു മേനോൻ എന്നൊക്കെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ച ആള് ഹിന്ദു അല്ല, എൻ്റെ ജാതിയല്ല. എൻ്റെ കുട്ടികൾ പകുതിയേ ഉള്ളൂ എൻ്റെ ജാതിയാണോ? അല്ല, മിശ്രിതാണല്ലോ. എനിക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നത് ആള് ഗോത്രവർഗ സ്ത്രീയാണ്. അവളും ഞാനും എൻ്റെ മോനും കൂടിയാണ് ജീവിക്കുന്നത്. അങ്ങനെ മനുഷ്യരുടെ ജാതിയും ഇത് നോക്കിയാണോ? അല്ല. ഇടയ്ക്ക് ഇതിൻ്റെ ഒരു എഴുത്താണ്. അത് അമ്മ മരിക്കുമ്പോൾ എനിക്ക് 36 വയസ്സാണ്. വെറും 36 കൊല്ലം. അമ്മയോട് ഇത്തിരി കൂടി നന്നായി പെരുമാറാമായിരുന്നു എന്നപ്പോഴും തോന്നും. പിണക്കങ്ങൾ വഴക്കുകളൊന്നും വേണ്ടായിരുന്നെന്ന് തോന്നും എന്ന് പറഞ്ഞു. ആ ഒരു കാലം അങ്ങനെ എഴുതാൻ ഉണ്ടായൊരു മാനസികാവസ്ഥ. എൻ്റെ അമ്മേൻ്റെ അമ്മ എന്നെ കുറിച്ച് പറയുന്നൊരു സാധനം, ഓക്ക് ശിവനും വിഷ്ണുവും ഭേദമില്ല എന്നാണ്. എൻ്റെ അച്ഛൻ ചെയ്താലും ഞാൻ പറയും, അനിയൻ ചെയ്താലും ഞാൻ പറയും, വലിയൻ ചെയ്താലും എനിക്ക് ഞാൻ വല്ലാതെ എനിക്ക് പറയാനുള്ള ധൈര്യമുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഡിസ്കഷനൊക്കെ ആണെങ്കിൽ മുകളിൽ നിന്ന് ഞാൻ താഴെ ഇറങ്ങി, ചെറുപ്പത്തിൽ തന്നെ താഴെ ഇറങ്ങി വരുന്ന ആ പാദസരത്തിൻ്റെ മണിക്കിൽക്കം കേൾക്കുമ്പോൾ നമ്മൾ പറയും, ഓൾ വരുന്നുണ്ട്. അത് അങ്ങനത്തെയൊക്കെ കേട്ടാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, കച്ചറയും കുത്തിത്തിരിപ്പ്, അതെന്തിനാ നിങ്ങൾ അങ്ങനെ പറയുന്നതെന്നൊക്കെ നമ്മൾ എതിർക്കും. എൻ്റെ അമ്മയെ സ്വാഭാവികമായി ഞാൻ പല കാര്യങ്ങളും എതിർക്കുന്നു. എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ പണ്ട് പിന്നെ മറ്റേ ആണുങ്ങൾ തെണ്ടികൾ എന്നുള്ള ഓർമ്മല്ലേ, അതെൻ്റെ അമ്മ എൻ്റെ അനിയനോട് വളരെ കൃത്യമായ പക്ഷപാതം കാണിച്ചിരുന്നു. കോളേജിൽ പഠിച്ച പല കാര്യങ്ങളിലും ആധുനികമായ ചിന്തകളുള്ള രണ്ടുപേര് തമ്മിലുള്ള പ്രേമത്തെക്കുറിച്ചും റിലേഷൻഷിപ്പുകളെക്കുറിച്ചുമൊക്കെ വളരെ മോഡേണായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ. ഒരു പുരുഷൻ്റെ കൂടെ ബൈക്കിൽ പോയാലൊന്നും എൻ്റെ അമ്മയ്ക്ക് ഒരു വിഷയമേ അല്ല, ഒരാളെ കൂടെ സഞ്ചരിച്ച വിഷയമില്ല. അമ്മ ആർട്സ് കോളേജിൽ പഠിച്ച് ആർട്സ് കോളേജിൻ്റെ ആ നഗരത്തിലെ ഒരു കോളേജിൻ്റെ എല്ലാ സാധനവും ഇൻകൾക്കേറ്റ് ചെയ്ത് വന്ന അമ്മ, എൻ്റെ മോനെ കൊണ്ട് ഞാൻ എച്ചിൽ പാത്രം കഴുകിക്കില്ല എന്ന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യണ്ടേ? ഞാൻ പറയാം അമ്മ കേസിക്കാരിയാണ് എന്ന് പറയാം. അമ്മ വലതുവശമാണ് അമ്മ പക്ഷെ എൻ്റെ അമ്മ ഭയങ്കര നല്ല സ്ത്രീയാണ്. അപ്പം ഞാൻ പല കാര്യങ്ങളിലും എൻ്റെ അമ്മയ്ക്ക് വേറെ ചില സുഖങ്ങളുണ്ട്. ഞാൻ ചീത്ത പറയോ ഇല്ലയോ നിങ്ങൾ പറയും. കാറിൽ കയറിയിട്ട് സീറ്റ് ബെൽറ്റിന് പകരം ബാഗിൻ്റെ ബെൽറ്റ് ഇടുക. അപ്പം ഞാൻ നോക്കുമ്പോൾ അമ്മ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നു. കുറേ നേരം കഴിയുമ്പോൾ നോക്കുമ്പോൾ അമ്മേൻ്റെ സീറ്റ് ബെൽറ്റ് എന്താ എൻ്റെ ഇതേ സൈഡിൽ, നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടുമില്ല. നോക്കുമ്പോൾ എന്താ അറിയോ, മൂപ്പര് ബാഗിൻ്റെ കയറിട്ട എനിക്ക് നിങ്ങൾ ഞാൻ പുറകിലിരിക്കുന്നവരോട് പോലും സീറ്റ് ബെൽറ്റ് ഇടണമെന്നാണ്. അവസാനം ഒരു ദിവസം ഞാൻ ഇറങ്ങോ ഒന്ന് ഇറങ്ങോ ഞാൻ പോലീസുകാരെ പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇവരെയാണ് സീറ്റ് ബെൽറ്റ് ഇടാത്ത, ഇവരെ നിന്ന് പൈസ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ പരിചയക്കാരെന്ന് കണ്ടിട്ട് ഞാൻ പോയി തിരിച്ചു വന്നു. അപ്പോഴേക്കും അമ്മ ആകെ വിഷമമായി അമ്മയ്ക്ക്. എൻ്റെ മോൾ ഇന്നിട്ട് പോയി എന്ന് അമ്മ വിചാരിച്ചു. ആക്ച്വലി ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യും, അപ്പം അതിന് വഴക്കുണ്ടാവും. അങ്ങനത്തെയൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാവും. ഡ്രഗ്സിൻ്റെ ഒരു സംഭവമുണ്ട്, സിനിമയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവം. നേരത്തെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ വിമർശിച്ചൊരു ഇന്ദു മേനോനുണ്ട്. ഈ സിനിമയ്ക്ക് അകത്ത് നടക്കുന്ന ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളുണ്ട് ഒരുപാട്. അത് മോശമായി പെരുമാറി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് മോശമായി പെരുമാറി, ഇത്തരം വിഷയങ്ങളൊക്കെ കാണുമ്പോൾ ഇന്ദുവിന് പ്രതികരിക്കാൻ എന്തെങ്കിലും ഒരു സുഖം വെച്ചിട്ട് അതൊക്കെ വേണ്ടാന്ന് തോന്നുന്നു. ഇതെങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത്? ഞാൻ പറഞ്ഞില്ല, ഈ സബ്സ്റ്റൻസ് അബ്യൂസ്, അത് ഡ്രഗ്സ് ആണ് എങ്കിലും എനിക്ക് ഇപ്പോൾ എനിക്ക് ഞാൻ ജീവിതത്തിൽ മദ്യം കുടിച്ചിട്ടില്ല, സോഡ പോലും കുടിച്ചില്ല. എനിക്ക് മൂക്കിൽ കൂടെ വരും. ധീരയും വീരയൊക്കെ ആണെങ്കിലും നിങ്ങളൊരു കുപ്പി സോഡ കുടിക്കുമെന്ന് വെച്ചാൽ കൊക്കക്കോള കുടിച്ച് നോക്കിയിട്ടില്ല. ബിക്കോസ് അതൊക്കെ നാവിലെങ്ങനെ പൊള്ളും എനിക്ക്. ഇങ്ങനെ പണ്ടെങ്ങാണ്ട് കുട്ടിയായിരുന്നപ്പോൾ ഒരു അരമുടി തംസപ്പ് കുടിച്ച് പേടിച്ചതാണ്. പിന്നെ ഞാൻ അതിന് തയ്യാറായിട്ടില്ല. അപ്പോൾ മയക്കുമരുന്നുകൾ ഉപയോഗിക്കില്ല. പക്ഷേ ഞാനിതൊക്കെ പിന്നെ പലതരം കമ്മ്യൂണിറ്റി ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്ന, ലോക്കൽ സാധനങ്ങൾ ഉപയോഗിക്കുന്ന, കറുപ്പ് ലൈസൻസോടുകൂടി സെൻട്രൽ ഗവൺമെൻറ് റേഷൻ കടയിലൂടെ കറുപ്പ് വിതരണം ചെയ്ത് അത് വാങ്ങിച്ചുപയോഗിക്കുന്ന ഒരു ഊരാളി മൂപ്പനുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, 2005-06 സമയങ്ങളിലൊക്കെ. അപ്പോൾ പലതരത്തിലുള്ള ഈ ഇപ്പം രാസലഹരികളൊക്കെ വന്നു കഴിയുമ്പോഴാണ്
ഞാൻ പറയുമ്പോഴൊക്കെ എൻ്റെ സുഹൃത്ത് ബിന്ദു ഒക്കെ എതിർക്കും. പിന്നെ അങ്ങനെയൊന്നുമല്ല, പ്രതികൾക്കുമുണ്ട് അവകാശങ്ങൾ. ഞാൻ പറയാം, എന്ത് അവകാശമാണെങ്കിലും നമുക്ക് പോളിസികളിൽ ഒരു സമൂലമായ ചേഞ്ച് വരണം. ആരെയെങ്കിലും ഡ്രഗ് ഇതിൻ്റെ ഉപയോഗിച്ചതിൻ്റെ പേരിൽ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ജയിലിൽ വിടുന്നതിന് പകരം അയാളെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വിടുക, ജയിൽ പോലെ തന്നെ. കാരണം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രതിക്ക് ഇതുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയ്ക്ക് ജനാധിപത്യം ഇല്ലപ്പോ. അതായത് അയാളെ ഞാൻ രോഗിയായിട്ടാണ് കാണുന്നത്. എഡിക്റ്റ് എന്ന് പറയുന്ന ആളെ രോഗിയായിട്ടാണ് കാണുന്നത്. ഞാൻ ഒരുപാട് കുട്ടികളുടെ ഒപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ മക്കൾ, എൻ്റെ ബന്ധുക്കളുടെയൊക്കെ മക്കൾ, അവരൊക്കെ ഇങ്ങനത്തെയൊക്കെ പ്രശ്നം വന്നിട്ടതാകുമ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇംഹാൻസിൽ ഞാൻ നിന്നിട്ടുണ്ട്, ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. എനിക്ക് അതിന് ഇമ്മാൻസിൻ്റെ ഉള്ളിലൊരു സവിശേഷ സ്ഥാനമുണ്ട്, എന്നെ ഭയങ്കര ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ നമ്മൾക്ക് ഇത് പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഡ്രഗ്സ് വേണ്ട, സേ നോ ടു ഡ്രഗ്സ്. പക്ഷെ പ്രാവർത്തികമാക്കാൻ ഭയങ്കര വിഷമമാണ്. നിങ്ങൾക്കറിയോ, ഒരു ഡ്രഗ് അഡിക്റ്റ് കത്തിയെടുത്ത് വീശിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരാൾ കത്തിയെടുത്ത് വീശി ഇവിടെ മുറിഞ്ഞു, ഞാൻ പറഞ്ഞല്ല അനുസരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇപ്പം ഇതിവിടെ ഇട്ടിട്ട് മുകളിൽ പോയി കിടന്ന് ഉറങ്ങണം, എൻ്റെ വീട്ടിൽ വന്നിട്ട് ഉറങ്ങണം, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ കുറ്റമല്ല, അവൻ്റെ വയലൻസ് വരെ ഒരു സൈക്കിളാണ്. ഒരു ഇത് വരുന്നു, പിന്നെ അവൻ ശാന്തനാവുന്നു, പിന്നെ ഒരു ഇത് വരുന്നു, അങ്ങനെ. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ അവൻ്റെ ബ്രദറിനോടാണ് പിടിക്കടാന്ന് പറഞ്ഞു. ഞങ്ങൾ ബെഡ്ഷീറ്റ് കെട്ടിയിടാൻ ഞങ്ങൾക്ക് ഒരു മടി ബെഡ്ഷീറ്റ് എടുത്ത്, വലിയൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് എടുത്ത് ഞങ്ങൾ പൊതിഞ്ഞളിഞ്ഞ് ഇങ്ങനെയില്ല. ആംബുലൻസുകാർ കയറ്റൂല. വില്ലിങ് അല്ലാത്ത ഒരാളെ ആംബുലൻസുകാർ, ഗവൺമെൻറ്റിൻ്റെ ആംബുലൻസ് സർവീസുകാർ കയറ്റൂല. അത് നിങ്ങൾക്കറിയോ? നമുക്ക് ആർക്കും അറിയില്ല. ഒരു അക്രമാസക്തന, അതാണെങ്കിൽ ആ സമയത്ത് ഒരു ഡോക്ടറെ കുത്തിക്കൊല്ലുകയും ചെയ്തില്ലേ. അതായത് അബ്നോർമലായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്നെ വില്ലിങ് ആവുക എന്ന് പറയുന്നത് അതെങ്ങനെ വില്ലിങ് ആവുക അതെനിക്കറിയില്ല. അപ്പം എന്താ, അതാകില്ല. ആശുപത്രികൾ എടുക്കില്ല. സ്റ്റാർ കെയർ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ, ഡോക്ടർ അബ്ദുള്ള, ഭയങ്കര നല്ല ഹോസ്പിറ്റൽ. ആദ്യം ഞങ്ങൾ താമസിച്ച് വേണ്ടത് അവിടെ എനിക്ക് പറ്റുമല്ലായിരുന്നു ഇങ്ങനെ വരുന്നത്. ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറോട് അവിടെ എല്ലാം കാണിച്ചു. പക്ഷെ അവരായി OP എടുത്തു. ഞാൻ പറഞ്ഞു, രാവിലെ ആകുമ്പോഴേക്കും ഞാൻ ഇംഹാൻസിലേക്കോ അല്ലെങ്കിൽ കുതിരവട്ടത്തേക്കോ എവിടേക്ക് വേണമെങ്കിലും ഈ രോഗിയെ മാറ്റാം, വെരി വെൽ. പക്ഷെ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ റൂം തരില്ല. പക്ഷെ അവരവിടെ എടുക്കാൻ തയ്യാറായി, അവന് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാൻ തയ്യാറായി, അവനാവശ്യമുള്ള ഇതൊക്കെ കൊടുക്കാനും ഭക്ഷണമൊക്കെ കഴിക്കാതെ അതൊക്കെ കൊടുക്കാൻ സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ തയ്യാറായി. ഡ്രഗ് ഉപയോഗിച്ചിട്ട് അത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് മെൻ്റൽ ഇഷ്യൂസ് വന്നിട്ടുള്ള, എപ്പോൾ ഉപയോഗിച്ചതെന്നറിയില്ല, 4 ദിവസം മുന്നാണോ അറിയില്ല, ബട്ട് ഹീസ് സോ വയലൻ്റ്. അയാൾ കാലിനടിയിലൊക്കെ കാട്ടിലേക്ക് കയറിപ്പെട്ട് എന്തിൻ്റെ ഈ മുളയുടെ മുള്ളുകളില്ലേ, അത് കുത്തി തറച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടേക്ക് കാല് ചവിട്ടാൻ വയ്യ. നോർമൽ ആവുമ്പോഴൊക്കെ കാല് നിലത്ത് ചവിട്ടാൻ പ്രയാസം ഉണ്ടാവുകയും, അല്ലാത്തപ്പോൾ ഒക്കെ അത് വെച്ച് ഇരിക്കുക. എന്നിട്ട് ഡോക്ടർ മുള്ളിങ്ങനെ റിമൂവ് ചെയ്തിട്ട് പ്ലാസ്റ്റർ ഒട്ടിക്കുകയുണ്ടായി. അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ സ്റ്റാർ കെയർ അല്ലാതെ വേറെ ഒരാളും തയ്യാറായില്ല. പൈസ കൊടുക്കുക തയ്യാറില്ല. എനിക്ക് കുതിരട്ടത്ത് കൊണ്ടുപോകാൻ എന്തോ ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഒരു സ്റ്റിഗ്മ. ചിലപ്പോൾ കുതിരവട്ടത്ത് ഇംഹാൻസിൽ എന്തായാലും ആ സമയത്ത് എടുക്കൂല. ഇനി ഇന്ദുവിൻ്റെ ഒരു യാത്ര, എഴുത്ത്, കഴിഞ്ഞ 2 വർഷമായിട്ട് പരിപൂർണമായും കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ അച്ഛൻ്റെ മരണം, അച്ഛന് ഹോസ്പിറ്റൽ രാജകുമാരനായിരുന്നല്ലോ, എൻ്റെ അമ്മേ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. പിന്നെ പോസ്റ്റ് ഡോക്കിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഫുൾ ടൈം കാട്ടിലായിരുന്നു, അതിൻ്റെ എഴുത്തായിരുന്നു. ഞാൻ എൻ്റെ എഴുത്തിനെ അത്ര കാര്യമായിട്ട് എനിക്ക് ശ്രദ്ധിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. ഇനി കൂടുതലായിട്ട് എനിക്ക് ഈ ജൂണോട് കൂടി എൻ്റെ ഇതൊക്കെ തീരും. അപ്പം എഴുതണം, കുറേ എഴുതണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിട്ടുപോയി ഒന്നും കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഒരു ഈശ്വര വിശ്വാസിയാണോ? പണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്ന, ഞാൻ ഒരു ഹൃദയരോഗിയാണ്, റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് ഉള്ള ആളാണ്. അപ്പോൾ പ്രസവാനന്തരം എൻ്റെ ശരീരത്തിലിങ്ങനെ സ്പോട്ടുകൾ വരികയും എനിക്ക് ഒരു അപ്പോൾ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് ആണ് പറഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അപ്പോൾ ICCUവിൽ കുറച്ച് ദിവസം കടന്നു. അപ്പോൾ എനിക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ആധികൾ
ഇല്ലാതായി. ആകുലതകൾ, മക്കളെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ന്യൂ ബോൺ ബേബിക്ക് 10 ദിവസമുള്ളൂ, എൻ്റെ മകന് 10 ദിവസം പ്രായമുള്ളൂ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരിവന് പാലൊടുക്കും, ആരിവനെ വളർത്തും, എൻ്റെ ഭർത്താവ് വേറെ വിവാഹം ചെയ്യുമോ, ഇനി ഞാൻ എൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെയൊക്കെ തോന്നലല്ല. അങ്ങനത്തെയൊക്കെ ആകുലതകൾ പോയി. ഞാൻ മരിച്ചാൽ അവൻ ആരെങ്കിലും അതിൽ പാലൊഴിച്ചു കൊടുക്കും, അവൻ വളരും. മാതാപിതാക്കളെക്കുറിച്ചുള്ള വ്യഥകൾ, അച്ഛനും അമ്മയും ഇരിക്കെ മകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ആദിയും വ്യഥയും അതൊന്നുമില്ല എന്ന് മനസ്സിലായി. പണ്ടേ എനിക്ക് പൈസേനോട് ഇഷ്ടമില്ല, അത് പൂർണ്ണമായി ഇല്ലാണ്ടായി. എല്ലാത്തിനോടും എനിക്ക് നിർമ്മമമായ ഒരു ഭാവം, ഒരു ഒരു ഇത്, അത് ആന്തരികമായിട്ടുണ്ടായതാണ്. ദൈവം അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. പൂർണ്ണമായും ഞാൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പോയി നാമം ചൊല്ലുന്നൊക്കെ പരിപാടി. എന്നാലും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഈശ്വരാ എന്നൊക്കെ ഉള്ള ഒരു സിൻസിയറായ ഒരു ഇതുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി എനിക്ക് പോയി. ഞാൻ ഭയങ്കര ലോജിക്കൽ റാഷണലായി. ദൈവം ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ നന്ന്. എനിക്ക് ദൈവം ഉണ്ടാവരുതെന്നോ ഇല്ലയെന്നോ ചിലപ്പോൾ ഇല്ല എന്നൊക്കെ തോന്നാറുണ്ട്, ഉണ്ടെന്ന് തോന്നാറേ ഇല്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നവരോട് എനിക്ക് അസൂയ. കാരണം നല്ല സുഖമാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഭക്തി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു നല്ലതാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഈശ്വരൻ്റെ തലയിൽ വെച്ച് കൊടുത്താൽ പോരെ. അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ? അങ്ങനെ ഇപ്പം ഇല്ലെന്ന് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം അത് ഉള്ളിന്ന് വരണ്ടേ. പണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. സോ ഐ നോ ദ ഡിഫറൻസ്. എനിക്കറിയാം അതിൻ്റെ വ്യത്യാസം. പണ്ടെങ്ങനെയാ, പണ്ട് നമുക്ക് അയ്യോ ഈശ്വരാ രക്ഷിക്കണേ, ഞാൻ തേങ്ങ ഉടച്ചോളാവേ, അത് ചെയ്തോളാവേ. അതായത് യാഥാർത്ഥ്യബോധം ഉണ്ടായപ്പോൾ ഈശ്വര വിശ്വാസം പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. സയൻസും റാഷണൽ യുക്തിയൊക്കെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരിത്.